വിഷമത്തിലാണ്. മേടിച്ച് തുറന്ന് നമ്മളത് കൊള്ളാല്ലേ എന്ന് പറഞ്ഞപ്പോ അങ്ങ് പൊട്ടിപ്പോയി. എത്നിക് വ്യൂസ് ലാൻഡ് തന്നു അല്ലേ? ലാൻഡ് ഇതേപോലത്തെ ഒരു ബ്യൂട്ടിഫുൾ ബൊക്കെ ഓസിയുടെ കല്യാണത്തിന് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ആണോ? അയ്യോ, അന്ന് ഞാൻ ആക്ച്വലി അത് കണ്ടില്ല. അപ്പൊ അന്നാണ് പറഞ്ഞു. സോ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, ബേബി കുറച്ച് വളർന്നിട്ട് എൻ്റെയും മിഷാനയുടെ റിക്വസ്റ്റ് ആണ്, ബേബിനെ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യിപ്പിച്ച് അത് എനിക്കും ചെയ്യിപ്പിക്കണം ആഗ്രഹമുണ്ട്. ഇത് പൂരി വരും. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, അമ്മൂന്റെ കല്യാണത്തിന് ഇങ്ങനെ ഡ്രസ്സ് ചെയ്യിപ്പിച്ചാലോ? ബെസ്റ്റ് മാൻ ആയിട്ട് നിർത്താം. എന്ത് പറയുന്നു? ബോഡി ഗാർഡായിട്ട് നിർത്താം. ഇത് അശ്വിൻ ഗിഫ്റ്റ് ചെയ്ത നൈറ്റിയിൽ വൺ ഓഫ് ദ നൈറ്റിയാണ്. അശ്വിന് കുറച്ച് അഡീഷണൽ ഡ്രസ്സ് എടുക്കാണ്ട് അയാളുടെ കയ്യിൽ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഇനി അതൊക്കെ എടുക്കാൻ പോയി. എന്നെ കുളിപ്പിക്കുന്ന ബേബിയെ കുളിപ്പിക്കുന്നതൊക്കെ ഇനി എൻ്റെ വീട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് അശ്വിന് നമ്മുടെ കൂടെ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞ് പുള്ളി പോയി ലീവൊക്കെ എടുത്തു, പെറ്റേണിറ്റി ലീവൊക്കെ എടുത്തു. 20 days എങ്ങാണ്ട്, 20 days അല്ല 15 days എന്തോ പെറ്റേണിറ്റി ലീവ് കിട്ടി. അപ്പോൾ ആൾ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് നിൽക്കാൻ വരും. നല്ല രീതിക്ക് ഉറങ്ങുന്നുണ്ട്, കയ്യിലിരുന്ന് ഉറങ്ങുക. അപ്പോൾ എനിക്ക് ബേബി ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങാൻ പറ്റും. കാരണം ഇവ രാവിലെ വെളുപ്പിനെ മൊത്തം എണീച്ചായിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ പോയി കിടക്കാം എന്നുള്ളത്. അശ്വിൻ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ എനിക്ക് സബ്വേ ഒക്കെ കൊണ്ടുവരും. ഒരു 3ാമത്തെ റൗണ്ട് കരഞ്ഞിട്ടൊക്കെ ഇരുന്നപ്പോഴത്തേക്കാണ് അമ്മ വന്നത്. അപ്പോൾ ഞാൻ ഇവൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഐദർ ഇവൻ്റെ ഡയപ്പർ മാറ്റാൻ കരയും, അല്ലെങ്കിൽ പാലിന് വേണ്ടി കരയും, അല്ലെന്നുണ്ടെങ്കിൽ ഇവൻ്റെ ഡ്രസ്സ് മാറ്റാൻ കരയും. വേറെ ഒന്നിനും ഇവൻ കരയത്തില്ല. ഇവനോട് നമ്മൾ എത്ര സംസാരിച്ചാലും നമ്മൾ എത്ര ബഹളം വെച്ചാലും മിണ്ടാതെ വായം തുറന്ന് കിടന്ന് ഉറങ്ങും.